ഇത് വിജയോത്സവം, പഠനോത്സവം, ഇത് Hi dear friends and my loving parents, I am Nuha, student of GLPS Sadakoduppuram. I am very much delighted to welcome you all our Padhanotsav program, which is scheduled on 18th March 2025. My friends from 1st standard to 4th standard are eagerly waiting to show off their best academic achievements in front of you. Once again, we invite you all to our Padhanotsav program. Thank you. Three, two, one. ഹലോ എവരിവൺ, കുട്ടികളായ ഞങ്ങളുടെ മികവുകൾ നിങ്ങൾക്ക് കാണണ്ടേ? ഈ വർഷത്തെ ഞങ്ങളുടെ പഠന മികവുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. മാർച്ച് 18 10 മണിക്ക് ഞങ്ങളോടൊപ്പം നിങ്ങളും റെഡിയല്ലേ? പഠനോത്സവം, ഇത് വിജയോത്സവം, പഠനോത്സവം, ഇത് വിദ്യോത്സവം. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. നാടിനു മുന്നിൽ മികവുകൾ കാട്ടാൻ തകിലുകൾ കൊട്ടി ഞങ്ങൾ വരുന്നു. ഉത്സവവേളം അറിവിൻ താളം നിറവിൽ നിറയും പഠനോത്സവം, പഠനോത്സവം, ഇത് വിജയോത്സവം, പഠനോത്സവം, ഇത് വിദ്യോത്സവം. നവസൂരങ്ങൾ ഞങ്ങൾക്കും അറിവിന്നക്ഷരമേളയിത, നവസൂരങ്ങൾ ഞങ്ങളൊരുക്കും അറിവിന്നക്ഷരമേളയിത, അക്ഷരജ്വാലകളാളിപ്പടരും അറിവിന്നുത്സവവേളയിത, അക്ഷരജ്വാലകളാളിപ്പടരും അറിവിന്നുത്സവവേളയിത. പഠനോ ഞാനാണ് വാർപ്പിന് നന്നായി ചൂടാണ്, മഴ പെയ്താൽ പേടിക്കാതെ കടക്കാം. ഞാനാണ് പുൽമീൻ. എന്നെ പണ്ട് ആളുകൾ താമസിക്കാൻ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ചില പട്ടണത്തിലും ഗ്രാമത്തിൽ കാണപ്പെടുന്നു. വിറകുകൾ ശേഖരിച്ചു വെക്കാൻ എന്നെ ഉപയോഗിക്കും. എന്റെ മേൽക്കൂര പുല്ലും ഓലയും വെച്ചാണ് ഉണ്ടാവുക. Tomato is a vegetable. It is roundly in shape. The forest, it can roll. It eats meat. It has. ആ സമയത്തൊന്നും ഞാൻ ഉപയോഗിക്കുന്നു. വിദേശത്തായാലും വാർഷികത്തിൻ്റെ സമയത്തായാലും കുട്ടികളുടെ നല്ലതായ കലാരൂപങ്ങൾ ദർശിക്കാൻ ഇടയായി. അതിനൊക്കെ
ഒരു പൊടിയുള്ള ഇതാണ് വൈകുന്നേരം അപ്പോഴേക്കൊക്കെ മത്തപ്പൊരു നട്ടാൻ മുളക്കണത്ര ചളി കാട്ടി പോയിട്ടാവും. എന്നാലും നല്ല വൃത്തിയാണ് കാണാൻ. എല്ലാവരും കുട്ടികളെ മുഖച്ചായിന്ന് മാറി ഓരോ സൗന്ദര്യമൊക്കെ കാണുള്ളൂ. മറ്റത് ഓരോരുത്തരും ഉൾപ്പെടും, അങ്ങനെ ഓരോ രീതിയിലുണ്ട്. അങ്ങനെ ആദ്യം പടി നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചു. നല്ല റിസൾട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ദിവസം അല്ലാതെ ഇതിൽ നമുക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാം, നമുക്ക് വേണ്ടി കുട്ടികൾ നല്ല സ്റ്റൈൽ നടക്കാം. അതിന്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ യൂണിഫോം പരിഷ്കരിച്ചു അല്ലേ? യൂണിഫോമിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടോ? നമ്മളെ മക്കളെ കണ്ടാൽ ഇപ്പൊ നല്ലൊരു ഇംഗ്ലീഷ് Let's play on the road. Hey kid, stop. Why are you play on the road? Why we can't play on the road? Should not play on road. It's danger. Red light. What do you say? I say stop. Stop. I say. Yellow light, what do you say? I say wait, wait, I say. Green light, what do you say? I say go, go, I say. Cut this picture. This is the signal of hospital. Don't we have at the Don't? Very good. Cross the road at zebra crossing. Yes. We must stop, look right and left before crossing the signal. Ana hulan, ana jaharun. Ana hubarun, ana hularun. Ana hubarun, ana kamatin. Ana hulurun, ana basalun. Ana hularun, ana batajis. Ana hulorum, ana bamiya. എന്റെ കയ്യിൽ എന്തിരിപ്പൂ ചെമ്പരത്തി ചോദിച്ചു. നിന്റെ കയ്യിലൊന്നുമില്ല, ഇന്നലെ നാം വാദിച്ചു. ഇന്നു കൈ തുറന്നു കട്ടി നമ്മളെല്ലാം നാണിച്ചു. എന്തു നല്ല പട്ടുറുമാലൊന്നു മുത്താൻ മോഹിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. എത്ര ജില്ലകളാണുള്ളത് കേരളത്തില്? ആഹാരത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. കൊടിയരിക്കഞ്ഞിയും കടുമാങ്ങയും പപ്പടവും ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും കപ്പയും മീൻകറിയും അവിയലും സംഭാരവും ഒക്കെയായിരുന്നു പണ്ടത്തെ പ്രധാന വിഭവങ്ങൾ. വില കൊടുത്തു വാങ്ങുന്നവ കുറവായിരുന്നു അക്കാലത്ത്. ഇന്ന് ബിരിയാണിയും കുഴിമന്തിയും ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയുമെല്ലാം കേരളത്തിലെ കുഗ്രാമങ്ങളിൽ വരെ സുലഭമായിരിക്കുന്നു. സംഭാരത്തിനും സർബത്തിനും പകരം ചുവപ്പും മഞ്ഞയും കലർത്തിയ വെള്ളം കുടിച്ചാലേ ദാഹം മാറുകയുള്ളൂ എന്ന സ്ഥിതിയിൽ ആയിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ അപ്പവും മീൻകറിയുമെല്ലാം ചോദിച്ചു വാങ്ങുമ്പോൾ മലയാളികൾ റെസ്റ്റോറന്റിൽ പോയി ചൈനീസ് വിഭവങ്ങളും സൂപ്പും അൽഫാമും എല്ലാം കഴിച്ച് വയറ് വീർപ്പിച്ച് കീശ കാലിയാക്കുന്നു. മായങ്ങളും വർണ്ണവസ്തുക്കളും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം നമ്മെ രോഗികളാക്കുന്നു. വിഷമില്ലാത്ത പച്ചക്കറികൾ ഇന്ന് കിട്ടാനില്ല. സ്വയം കൃഷി ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അധ്വാനം ആരോഗ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജ്ഞാനമതസ്ഥരും ഒന്നിച്ചു വാങ്ങുന്ന
കൊച്ചു രാജ്യമാണ് ഇന്ത്യ. 28 സംസ്ഥാനങ്ങൾ അടങ്ങിയ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി. സംസ്കരണ കേന്ദ്രം വിദഗ്ധ സംഘം പരിശോധിക്കും. വെരി നിർത്തേണ്ട ഈ കൊള്ളുന്ന വേമ്പ് വെരി ഗുഡ്. ചികിത്സ ഫണ്ടിന് തടസ്സമില്ലെന്ന് വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിട്ടൊരു നീ പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കം. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിലി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അങ്ങനെ പൂണ്ടുട തട്ടിയുണക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഭൂതം ചേനോട് മന്ത്രം ജപിച്ചു ഭൂതം മറ്റോരും നിർമ്മിച്ചു ഭൂതം മാകൂടം ഉടടുക്കേ നോദീ ഭൂതം അമ്മയെടുത്തി ഉമ്മ കൊടുത്തി അഞ്ചിതമോദം മൂക്കാവിങ്കൽ തടകി തടകി പുൽകിയ മാറെ വേറി ഒന്നെന്നോദിയേറ്റാൽ പെറ്റവയ വഞ്ചിക്കുന്നൊരു പൂതമിതെന്നു കയത്താൾ താപം കൊണ്ടു വിതക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അതല്ലേ കേൾക്കണ്ടേ? ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ലെന്നുടെ നേരെ കോപമിതേറെ കരുതരുടേ നിന്നിടല്ലേ. നിന്നുടെ കണ്ണുടെ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിരുൾ തന്നെ നോക്കി തൊഴുതു വിറച്ചേ നിന്നു ഭൂതം ഒട്ടുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങളിൽ കണ്ട മുഴങ്ങി കാലം കളമക്കതിർമണി കളമതിരൂത്തൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നും നീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിൽ
ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാം ഭൂതമഹന്യേ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്തു കഴിഞ്ഞാൽ മുത്തശ്ശി എത്ര പാവാഭൂതല്ലേ. മനുഷ്യനായാലും എന്തായാലും അമ്മയുടെ മനസ്സൊന്നും അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കളമൂട്ടു വിളമ്പി കലമ്പലുകൾ അയ്യയ്യാവരവം വിളിക്കും കുലമയിലകന്ന് കരിക്കൂടം അതിൽ തിരിച്ചവ തോടകഴുത്തിൽ മലമലപാടും പന്തങ്ങൾ അരുവിനരുക്കണിക്കായ കിരീടം തലയിലഞ്ഞ കരിക്കൂടം ചെപ്പിട ചെമ്മണി ചുറ്റുമുലകളിൽ തീരിലയും പൂമാര്യം ഉറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാറുകൾ മുട്ടോളം കൂട്ടുകൾ മീതെ ചാത്തിയരമണി കിട്ടിയ വെള്ള ആവാടം അയ്യയ്യാവരവന്തിത നൃത്തം ചെയ്യും നല്ല മണിക്കൂടം 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 അയ്യയ്യാവരവന്തിത നൃത്തം ചെയ്യും നല്ല മണിക്കൂടം. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരുന്ന ദിവസമല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാണ് അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ.